വൈകിട്ട് പണിയൊക്കെ ഒതുക്കി വെറുതെ ഇരിക്കാലോ എന്ന് വിചാരിച്ചിരിക്കണ നേരത്തെ കൊണ്ടിട്ട് വന്നതാണേ. കൂന്തലില്ലേ അതാണ് കേട്ടോ, ചെറുതാണ്. വൈകിട്ട് ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് കണ്ടപ്പോൾ എന്നോട് വിളിച്ച് ചോദിച്ചായിരുന്നു കൂന്തലുണ്ട് വാങ്ങിക്കണോന്ന്. ഞാൻ പറഞ്ഞു വാങ്ങിച്ചോന്ന്. വല്ലപ്പോഴും കിട്ടുന്ന സാധനമല്ലേ, ആരെങ്കിലും വേണ്ടെന്ന് പറയുമോ? അത് തന്നെയല്ല, പണിയെടുത്താലെന്താ, നല്ല ടേസ്റ്റ് കറിയും കൊണ്ട് ചോറ് ഉണ്ണാലോ എന്ന് വിചാരിച്ചേട്ടാ. ചെറുതായത് കാരണം ക്ലീനിങ് ഇത്തിരി പണിയായിരുന്നേ, എങ്കിലും അത് സമയം എടുത്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കുക്കറിൽ വേവിച്ചെടുക്കാമെന്നാണ് വിചാരിക്കണേ. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കുക്കറിലേക്ക് വേവിക്കാനായിട്ട് വെക്കണം കേട്ടോ. അത് വെന്ത് വന്ന നേരം കൊണ്ട് നമുക്ക് ഗ്രേവി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് ചട്ടി അടപ്പത്തോട്ട് വെച്ച് അതിലേക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, വേപ്പില ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ആ നല്ലപോലെ വഴണ്ട് വന്നപ്പോഴത്തേനും പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പുപൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ മൂത്ത് വന്നപ്പോഴത്തേനും ഒരു ചെറിയൊരു തക്കാളിയും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പം അതും കൂടിയിട്ട് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും വേവിച്ച് വെച്ചിച്ച കൂന്തലും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ കൂന്തലിൽ ഒട്ടും വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ വെന്ത് വന്നപ്പോഴത്തേനും അതിൽ ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നല്ലപോലെ പറ്റി കുറുകി വന്നപ്പോഴത്തേനും കുറച്ച് വേപ്പിലയും കൂടിയിട്ട് ഇറക്കണേ. അപ്പോൾ ഉച്ചക്കത്തെ ചീരക്കറിയും മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതും ഈ കൂന്തലേറയും കൂടി കൂട്ടി ഞങ്ങളെല്ലാവരും കൂടി വൈകിട്ട് ഊണ് കഴിച്ചേ. അപ്പം അത്രേ ഉള്ളൂ.